ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകിൽ കൊടും ഭീകരനായിട്ടുള്ള ഹാഫിസിന് അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഭീകരന് വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഇയാളും ഇയാളുടെ ഭീകര സംഘടനയുമാണ് ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഇയാളും ഇയാളുടെ സംഘടനയിൽപ്പെട്ടവരും ആദ്യം ഒളിവിലായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെയും അജ്ഞാതരെയും ഭയമുള്ളത് കൊണ്ടായിരിക്കാം ഇയാൾക്കിപ്പോൾ പാകിസ്ഥാൻ സൈന്യം നേരിട്ട് സഹായം കൊടുക്കുകയാണ്, സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കൊടും ഭീകരനായിട്ടുള്ള ഇയാൾക്കുള്ള സുരക്ഷ പാകിസ്ഥാൻ ഭരണകൂടം നേരിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ത്യ ഇയാളെ തട്ടുമെന്നുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ മുന്നിൽ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഏത് കോണിക്കൊണ്ട് ഒളിപ്പിച്ചാലും മിക്കവാറും ഇയാളെ ഇന്ത്യ വധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണ പ്രവർത്തനത്തിന്റെ പുറകിൽ ഹാഫിസിന്റെ ഈ ഒരു തീവ്രവാദ ഗ്രൂപ്പിന് പങ്കുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളുടെ നേതൃത്വത്തിലാണ് നിരവധി തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഇയാൾക്ക് നേരെയും ഉണ്ടാകുമോ എന്ന ഭയം കൊണ്ട് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഇയാളുടെ വസതി, ഇയാൾ താമസിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിരവധി സംവിധാനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ട്രെയിൻഡ് കമാൻഡോകളെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് ഇയാളുടെ ലൊക്കേഷൻ ലാഹോറിലേക്ക് മാറ്റി എന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ത്യ കനത്ത തിരിച്ചടി കൊടുക്കുമെന്നുള്ളത് പാകിസ്ഥാൻ അറിയാം. പക്ഷെ ഏത് തരത്തിലുള്ള തിരിച്ചടിയാണെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു വിവരവുമില്ല. അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം അക്കാര്യത്തിൽ ഫെയിൽ ആവുകയാണ്. അപ്പൊ ഇന്ത്യ ഇനി ടാർഗറ്റ് ചെയ്യുന്നത് ഹാഫിസിനെ ആണോ എന്ന് സംശയമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ പാക് അധീന കാശ്മീരിലേക്ക് ഒരു സൈനിക നീക്കമാണോ പദ്ധതിയിടുന്നത്, കറാച്ചിയിൽ ഇന്ത്യ ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ ഇവർക്കുള്ളതുകൊണ്ട് ഇവർ എന്തൊക്കെ ഇന്ത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം ഇവർ ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ ആ തയ്യാറെടുപ്പുകളിൽ ഒന്നാണ് കൊടും ഭീകരനെയും സപ്പോർട്ട് ചെയ്യുക, അയാൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത്. ഭീകര സംഘടനകളുടെ തലവന്മാരുടെ നീക്കം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നാണ് നാഷണൽ മീഡിയാസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യ പരമാവധി ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ, ഈ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റകൾ പരമാവധി ഇന്ത്യ കളക്ട് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലും വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എവിഡൻസും ഇന്ത്യക്ക് കിട്ടാതിരിക്കാനുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. നേരത്തെ പാകിസ്ഥാൻ പറഞ്ഞത് ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഭീകരവാദി ജയിലിലാണെന്നാണ്. എന്നാൽ ഇയാൾ ജയിലിലല്ല എന്നും പുറത്തിറങ്ങി നടക്കുന്നുണ്ട് എന്നതിനും ധാരാളം തെളിവുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഇയാളെ രഹസ്യമായിട്ട് ഒരു താവളത്തിലേക്ക് മാറ്റുകയും അവിടെ ഒളിപ്പിച്ചിരിക്കുകയുമാണ്. അവിടെയാണ് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാന് തന്നെ നല്ല ഭയമുണ്ട് ഇന്ത്യ ഇയാളെ വധിക്കുമോ എന്നും. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുകയാണ്, അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ്. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ടി ഒരുപാട് ഇയാൾ പണിയെടുത്തിട്ടുണ്ടല്ലോ. പാകിസ്ഥാനിൽ ഭയം ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ISI തലവനായിട്ടുള്ള മുഹമ്മദ് അസീം മാലിക്, അയാളെ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് കൂടി നിയമിച്ചിരിക്കുകയാണ്. ലഫ്റ്റനന്റ് ജനറലാണ് ഇയാള്. അപ്പോൾ ഇയാളെ കൂടെ കൊണ്ടുവരുന്നതിന്റെ കാര്യം, അത്രയും ഭയം പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇയാളെ കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ഒരു ചുമതലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുടെ വിജയദിന പരേഡിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം പോകുന്നില്ല, പകരം രാജ്നാഥ് സിംഗിനെയാണ് പറഞ്ഞുവിടുന്നത്, അതായത് പ്രതിനിധിയായിട്ട്. അപ്പോൾ നേരത്തെ അദ്ദേഹം പങ്കെടുക്കുമെന്ന് റഷ്യൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേക സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാകണമെന്നായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സന്ദർശനം പോലും വെട്ടിച്ചുരുക്കിയിട്ട് പെട്ടെന്ന് ഇന്ത്യയിലോട്ട് വന്നത്. അപ്പൊ ഇന്ത്യ എല്ലാ കാര്യങ്ങളും വളരെ കണക്ക് കൂട്ടി കൃത്യമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ആക്ഷൻ ഇനി എപ്പോഴും ഉണ്ടാവും. എപ്പോൾ ഇന്ത്യ നടപടി എടുക്കും, എപ്പോൾ ആ വാർത്ത ഇന്ത്യക്കാർക്ക് കേൾക്കാം എന്നുള്ളതാണ് ഇനി ഇന്ത്യക്കാർ കാത്തിരിക്കുന്നത്. എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? ഹാഫിസ് സയ്യിദ് തന്നെയാണോ ഇന്ത്യയുടെ യഥാർത്ഥ ടാർഗറ്റ്? അങ്ങനെയെങ്കിൽ അത് പാകിസ്ഥാന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ഒരു വലിയ യുദ്ധം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടി. കാരണം എല്ലാ കാലവും പാകിസ്ഥാൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭീകരവാദിയാണ് ഈ ഹാഫിസ് എന്ന് പറയുന്നത്.